Hi friends, ഒരിക്കൽ കൂടി എല്ലാവർക്കും ദ സേവ് ഓഫ് ടെക്നോളജിയിലേക്ക് സ്വാഗതം. ഞാൻ റനു മേനോൻ. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളൊരു സാമ്പ്രാണിയുടെ ഇമേജ് യൂസ് ചെയ്ത് അത് കത്തുന്ന ഒരു ആനിമേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ആഫ്റ്റർ എഫക്റ്റിലാണ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്തു എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അങ്ങനെ എനേബിൾ ചെയ്യുമ്പോൾ അത് ഓൾ ഇടുകയും ചെയ്യുക. അങ്ങനെ ഓൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ നേരം തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് ഒരു ന്യൂ കോമ്പോസിഷൻ ഓപ്പൺ ആക്കാം. നമുക്ക് നെയിം ജസ്റ്റ് നമ്മൾ സാമ്പ്രാണി കത്തുന്നൊരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. SF എന്നിട്ടാം. ഓക്കെ, ഇതിൻ്റെ വിത്ത് 2000 കൊടുക്കാം, ഹൈറ്റും 2000 കൊടുക്കാം. ഓക്കെ, ഡയറക്ഷൻ ഒരു 7 സെക്കൻഡ് കൊടുത്തു. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുത്ത് ഓക്കെ കൊടുക്കാം. ഇതിലേക്ക് ഒരു ന്യൂ സോൾ ലെയർ ക്രിയേറ്റ് ചെയ്യാം. നെയിം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കൊടുത്ത് ഓക്കെ ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്യാം, പാർട്ടിക്കിൾ. ഈ പാർട്ടിക്കിളിൻ്റെ എഫക്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ പൊസിഷൻ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് അങ്ങനെ കൊടുത്തു. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് വെലോസിറ്റി നമുക്ക് 0 ആക്കാം. വെലോസിറ്റി റാൻഡം നമ്മൾ 0 ആക്കി വിടാം. ഈ വെലോസിറ്റി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി പാർട്ടിക്കിളായിട്ട് നമുക്ക് വരത്തില്ല, കുറച്ച് മാത്രമേ നമുക്കിതിൽ ഫീൽ ആകത്തുള്ളൂ. അതിന് വേണ്ടിയാണ് വെലോസിറ്റി റാൻഡവും നമ്മൾ 0 ആക്കി വിടുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ ഫിസിക്സിൽ വരിക. ഓക്കെ, ഫിസിക്സിൽ വന്നിട്ട് നമ്മൾ ഇവിടെ എയർ ഉള്ളതിൽ വരിക. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഇവിടെ വിൻഡ് -ലോട്ട് മാറ്റണം. പക്ഷെ നമ്മൾ ടൈം ലൈനിൽ കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചാൽ ഒരു -225 ആക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ താഴേക്ക് വന്ന് ടർബുലൻസി ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ എടുക്കുക. ഇവിടെ ആഫ്റ്റർ പൊസിഷൻ എന്നുള്ളത് നമ്മളത് ഇപ്പം നമുക്ക് ആ ഒരു നേരെയായിട്ടുള്ള ലൈനും ശരി അതിൽ മാറ്റം സംഭവിച്ച് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആഫ്റ്റർ പൊസിഷൻ നമുക്കൊരു 450 ആക്കി വിടാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് ഇപ്പോൾ ഇത് ഓവർ സ്പീഡിലാണ് പോകുന്നത്. നമുക്ക് ഇതിൻ്റെ ചെറിയ സ്പീഡ് കുറയ്ക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ എവല്യൂഷൻ സ്പീഡ് എന്നുള്ളത് ജസ്റ്റ് അത് നമ്മൾ ജസ്റ്റ് ഒരു 10 ആക്കി വിടാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ട്, സ്പീഡും കുറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഷേപ്പിൽ മാറ്റവും വന്നിട്ടുണ്ട്, സ്പീഡിലും മാറ്റം വന്നിട്ടുണ്ട്, ഷേപ്പിലും മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ മൂവ് വിത്ത് വിൻഡ് എന്നുള്ളത് അത് ജസ്റ്റ് 100 ആക്കി വിടുക. നമുക്ക് ഇച്ചിരിയുടെ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കി അറിയാം. മൂവ് വിത്ത് വിൻഡ് എന്നുള്ളത് 100 ആക്കിയപ്പോൾ അതിലുണ്ടായ മാറ്റം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ പാർട്ടിക്കിളിൽ വരിക. ഇവിടെ വന്നിട്ട് പാർട്ടിക്കിൾ ടൈപ്പ് നമ്മൾ ഇവിടെ സ്റ്റെറക്ലിറ്റ് എന്നൊന്ന് ആക്കി വിടുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇച്ചിരി മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈസ് ജസ്റ്റ് ഒരു നമുക്ക് ആവശ്യത്തിനനുസരിച്ച് 80 ആക്കി വിടുക. ഓക്കെ, ഇപ്പം നമുക്കിവിടെ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പുകൾ കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ പാർട്ടിക്കിൾ
400 ആക്കിയിടാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഗ്യാപ്പുകൾ മാറ്റുന്ന വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് നമുക്കൊരു 4 ആക്കി വിടാം. ഓക്കെ, ഇനിയും നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഓപ്പോസിറ്റ് ഇച്ചിരി മാറ്റാം, ഒരു 3 ആക്കി വിടാം. ഓക്കെ, ഇവിടെ നമ്മൾ ഇനി വന്നിട്ട് സൈസ് ഓവർലാപ്പ് വന്നിട്ട് ഇത് നമ്മൾ ജസ്റ്റ് കോർണറിലോട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്തു ഇങ്ങനെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഈ സ്മോക്ക് വരുന്നത് വളരെ നൈസായിട്ടും മുകളിലോട്ട് വരുന്നതോറും ഇച്ചിരി വലുതായിട്ടുമായിട്ട് നമുക്ക് എഫക്റ്റ് ആകും. അപ്പം ഈ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഇവിടെ നമ്മളിപ്പോൾ ഇതിപ്പോൾ ചവിട്ടിന്ന് ഒരു കറക്റ്റ് പ്രോപ്പർ അല്ലാണ്ട് വളഞ്ഞൊക്കെയാണ് വരുന്നത്. അതിന് നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എടുത്ത ഫിസിക്സ് വരിക. ഇവിടെ ഈ ഫേഡ് ഇൻ ടൈം സെക്കൻഡ് എന്നുള്ളത് നമുക്കൊരു ജസ്റ്റ് 3 ആക്കി വിടാം. ഇപ്പോൾ നമ്മളത് ആ സ്മോക്ക് ഇച്ചിരി മുകളിൽ വന്നിട്ടാണ് ബെൻഡായിട്ട് പോകുന്നത്, താഴേന്നേ ബെൻഡായിട്ട് പോകുന്നില്ല. ഓക്കെ, നമുക്കിനി മുകളിലോട്ട് പോകാം. ഇവിടെ നമ്മൾ പാർട്ടിക്കിൾ ഓവർ എന്നുള്ളത് വരുന്നത് ഈ റീസെറ്റ് എന്നുള്ള ഞെക്കി ഈ മൂന്നാമത് കിടക്കുന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് മൗസ് കൊണ്ട് ജസ്റ്റ് കട്ട് ചെയ്ത് പോവുക. എന്നിട്ട് ഈ സ്മൂത്ത് എന്നുള്ള ബട്ടണി ഒരു 3 ടൈം പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇത് ഇച്ചിരി സ്മൂത്ത് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു സ്മോക്കിൻ്റെ ഏകദേശം ഒരു ഫീൽ നമുക്ക് എഫക്റ്റായി വരുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒക്റ്റീവ് മൾട്ടിപ്ലയർ എന്നുള്ള ഇത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു 3 ആക്കി വിടുക. പ്ലേ ചെയ്ത് നോക്കുന്നിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു സ്മോക്കിൻ്റെ എഫക്റ്റ് ആയിട്ടുണ്ട്. പാർട്ടിക്കിൾ സെക്കൻഡ് നമുക്ക് 300 ആക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ന്യൂ കോമ്പോസിഷൻ ഓപ്പൺ ആക്കും. ശേഷം തന്നെ കൊടുക്കും. ഓക്കെ കൊടുത്തു. ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു ലെയർ ആഡ് ചെയ്യാണ്. ലെയർ ആയിട്ട് ആഡ് ചെയ്തു. ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു എഫക്റ്റ് ആഡ് ചെയ്യണം. ഇനിയും ഞാൻ ജസ്റ്റ് എഫക്റ്റ് പാനലിൽ വന്നിട്ട് റാമ്പ് എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഈ ഒരു സാമ്പ്രാണിയുടെ ഇമേജ് ആഡ് ചെയ്യുകയാണ്. ഇതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ Ctrl+D പ്രസ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ മാസ്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു എഫക്റ്റ് ആവശ്യമാണ്. ഫ്രാക്ടൽ നോയ്സ് എന്ന് പറയുന്ന എഫക്റ്റാണ്. ഇതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ബ്രൈറ്റ്നസ് നമുക്കൊരു 14 ആക്കി ഇടാം. ഓക്കെ, അതിൻ്റെ ഇതിലേക്ക് ഇനി ട്രൈറ്റോൺ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കൂടെ ആഡ് ചെയ്യണം. ആ എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, കളർ ജസ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ശകലം താഴേക്ക് മൂവ് ചെയ്തു. ഈ കോപ്പിയും കൂടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതിലും ജസ്റ്റ് നമ്മൾ ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇതിനെ ഇനി നമ്മൾ ജസ്റ്റ് ഇതിലേക്കൊരു പാർട്ടിക്കിൾ നോയ്സ് എന്ന് പറയുന്ന എഫക്റ്റാണ്. ഇതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, -15 ആക്കി. ഓക്കെ,
ഓക്കെ, ഇനി നമുക്കിതിനെല്ലാം കൂടെ പ്രീ കോമ്പോസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പേര് നോക്കാം. നമുക്ക് ജസ്റ്റ് ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഈ നമ്മളെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എഫക്റ്റ് ആഡ് ചെയ്തു. ഓക്കെ, ഇത് ജസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു സാമ്പ്രാണി കത്തുന്നതിൻ്റെ, ഒരു വിളക്ക് കത്തുന്നതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ.